നമ്മളെ പടക്കങ്ങൾ പൊട്ടിക്കാൻ തുടങ്ങാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ത്രിനിയാമറിയ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങള് ഒന്ന് ദീപാവലി ആഘോഷിക്കാൻ വേണ്ടിട്ടോ. കാരണം ഞങ്ങള് ഇതുവരെ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല, പക്ഷെ കഴിഞ്ഞ വർഷം ആഘോഷിച്ചായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ എഞ്ചിനെ പ്രഗ്നന്റ് ആയിരുന്നുണ്ടെങ്കിൽ ആഘോഷിച്ചിട്ടില്ല എന്നല്ല, ഞങ്ങളെ കൊച്ചിലേക്ക് പടക്കമൊക്കെ വാങ്ങിച്ചു തന്നിട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ദീപാവലിനെ പറ്റി ഭയങ്കര വലിയ അങ്ങനൊന്നും ഇല്ല. ഞങ്ങളങ്ങനെ ക്രിസ്ത്യാനികളായിട്ട് ഞങ്ങൾ ദീപാവലി ഉണ്ടാകുന്ന ആകെ കമ്പിത്തിരി പത്രം പൊട്ടി, വേറെ ഒരു ആഘോഷം ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ കുറച്ച് സ്വീറ്റ്സ് കഴിക്കും, ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അറിയാം. പിന്നെ അതിന്റെ മിത്ത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഒരു ഐഡിയ ഇല്ല. എല്ലാരും ആഘോഷിക്കുന്നു, ഞങ്ങളും ആഘോഷിക്കുന്നു. പിന്നെ ഇവിടെ കൂടുതലും കണ്ടിട്ടുള്ളത് ഇങ്ങനെ കമ്പിത്തിരി പൊട്ടിക്കുന്നത് മാത്രമാണ്. മറ്റേ കയ്യിലിട്ട് ഇങ്ങനെ കറക്കത്തില്ലേ, കമ്പിത്തിരി പൊട്ടിക്കുവല്ല, കമ്പിത്തിരി കത്തിക്കുവാണ് ചെയ്യുന്നത്. അത് മാത്രമാണ് കുഞ്ഞിലെ മുതൽ ഇപ്പൊ വരെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ കുറച്ചും കൂടെ വേറെ കുറെ പടക്കങ്ങൾ എന്തോ കൈ കൊണ്ട് ഇങ്ങനെ എറിയുന്ന പടക്കം കഴിഞ്ഞ വർഷമൊക്കെ വാങ്ങിച്ചത്, എനിക്ക് ഓർമ്മയില്ല, എന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടാ. ഇപ്പൊ ആയിട്ട് കുറച്ച് വെറൈറ്റി പടക്കങ്ങൾ എല്ലാരും പൊടിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഞങ്ങൾ കുഞ്ഞിലേക്ക് എവിടെ നോക്കിയാലും എല്ലാ പിള്ളേരും കമ്പിത്തിരി കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്, അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ കുറച്ചുകൂടെ വേറെ ടൈപ്പ് ഓഫ് പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. വലിയ ഐഡിയ ഒന്നും ഇല്ല അതിനെപ്പറ്റി. ഇങ്ങനെ ഇരിക്കുന്ന ചെറുതായിട്ട് ഞങ്ങളൊന്ന് ആഘോഷിക്കാന്ന് കരുതി. കുറച്ച് സ്വീറ്റ്സ് മേടിച്ചു. നമുക്ക് ആദ്യം സ്വീറ്റ്സ് ഒക്കെ ഡെക്കറേഷൻ ചെയ്ത് പടക്കമായിട്ടൊക്കെ ഡെക്കറേഷൻ ചെയ്യാം. വേറൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അത്രേ ഉള്ളൂ. അതിന് നമുക്ക് നമ്മുടെ ഡെക്കറേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ, അത് മറക്കല്ലേ കേട്ടോ. അപ്പൊ ഇത് അമ്മ ഇന്ന് പോയി വാങ്ങിച്ചിട്ട് വന്ന സ്വീറ്റ്സ് ആണ് കേട്ടോ. അപ്പൊ ഇതും നമുക്ക് തട്ടണം. പിന്നെ ഇത് അങ്കിളിന്റെ വകയാണ് കേട്ടോ, അങ്കിള് കൊണ്ടുവന്ന സ്വീറ്റ്സ് ആണേ. പിന്നെ അകത്തുള്ള സാധനം കേക്കും വേറെന്തോ സാധനത്തിന്റെ പേര് എനിക്കറിയത്തില്ല, എന്തായാലും അത് അങ്കിളിന്റെ വകയാണ്. പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് ഒരു 7 മാസത്തെ ചടങ്ങുണ്ടായിരുന്നു, അപ്പൊ അവിടെ നിന്ന് കുറെ സ്വീറ്റ്സ് കിട്ടി. അത് 14 ഇന്നലെ തന്നെ തീർന്നു. മടക്കൊക്കെ മാത്രമാണ് തിരുപ്പുണ്ട്, അതും കൂടെ വെക്കാം, അത് സ്വീറ്റ്സ് ഇടുന്നതാണല്ലോ. നമുക്ക് സ്വീറ്റ്സ് ഒക്കെ ഡെക്കർ ചെയ്യാം. ഞാൻ ഇത് മുറിക്കുവാണേ, നമുക്ക് മുറിക്കാം, ഓരോന്നായിട്ട് എടുക്കാം. ജിലേബിയൊക്കെ ഞങ്ങൾ 5 വീതം വാങ്ങിച്ച കേട്ടോ, കാരണം വീട്ടിൽ 5 പേരുള്ളതുകൊണ്ട് ഓരോന്ന് 5 വീതം വാങ്ങിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞ് വാങ്ങിച്ചതാണേ. പിന്നെ ഇത് ഏഞ്ചലിന്റെ ആദ്യത്തെ ദീപാവലിയാണ്. ലഡു 6 ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഓ, ജിലേബി 5ഉം ലഡു 6ഉം ഒന്ന് വാങ്ങിച്ചിരിക്കുന്നു കേട്ടോ. ജിലേബി 4 തോന്നുന്നു. ലഡുവിനല്ലെങ്കിലും വീട്ടിൽ ഫാൻസ് കൂടുതലാണ്. നമുക്ക് ലഡു ഒരു മോഡലിൽ വെക്കാം, ഇങ്ങനെ ഇരിക്കട്ടെ. മൈസൂർ പാക്ക് 4 ഉള്ളോ? മൈസൂർ പാക്കും 4 അമ്മ വാങ്ങിച്ചിരിക്കുന്നത്. അത് നന്ദരി മൈസൂർ പാക്ക് അങ്ങനെ കഴിക്കത്തില്ല, കുറച്ച് കഴിക്കുമ്പോൾ തന്നെ അങ്ങ് മടുക്കും നമുക്ക്. അങ്ങനെയുള്ളൊരു ഐറ്റമാണ് ഈ മൈസൂർ പാക്ക്. എൻ്റെ അടുക്കും ചിട്ടയൊക്കെ കുളവായി. ഓക്കെ, ഇനി അടുത്ത അങ്കിളിൻ്റെ സ്വീറ്റ്സ് നമുക്ക് എടുക്കാം. ഇതാണ് കേട്ടോ അങ്കിളിൻ്റെ സ്വീറ്റ്സ്. അങ്കിളിൻ്റെത് നമുക്ക് എല്ലാം കൂടി വെക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതെന്ത് സാധനമാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അത് പൊടിഞ്ഞു പോയി. ഇതെന്ത് ഐറ്റമാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ ആദ്യമായിട്ട് കാണും കേട്ടോ ഈ സ്വീറ്റ്. പക്ഷെ നല്ല സ്വീറ്റാണ്, നല്ല മധുരമുണ്ട്. ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. നല്ല ക്രീമി ടെക്സ്ചറാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ ഒറിജിനൽ. ഇങ്ങനെയാണ് ഈ സ്വീറ്റ് ഇരിക്കുന്നത്. പിന്നെ കേക്കുണ്ട്. ഇതാണ് അങ്കിള് കൊണ്ടുവന്ന സ്വീറ്റ്സ്. കേക്ക് അത്യാവശ്യം ഉണ്ട്, എല്ലാം കൂടി വെക്കാൻ പറ്റുമെന്ന്. ഇത് ലഡു ഇത്തിരി മുകളിലോട്ട് വെച്ചിട്ട്
നമുക്ക് കേക്ക് ഇത്തിരി സ്പ്രെഡ് ആക്കി വെക്കാം. എങ്ങനെ വെക്കണമെന്ന് പോലും അറിയത്തില്ല കേട്ടോ എനിക്ക്. സ്പേസ് ഫില്ല് ചെയ്യണം എനിക്ക് സത്യം പറഞ്ഞു. മതി എല്ലാം വെക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ലഡു ഒരെണ്ണത്തിൽ വെക്കാം. എനിക്ക് ഇതിങ്ങനെ നിറഞ്ഞിരിക്കണം. ഇനി അതിനകത്ത് മടക്കുണ്ട്, മടക്കുള്ള വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല കേട്ടോ. ഉണ്ണിയപ്പം ഇനി നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ട്. ഉണ്ണിയപ്പം വേറൊരു പാക്കറ്റും കൂടി ഇരിപ്പുണ്ട്. ഇനി ഇത് പൊട്ടിക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ഇതിനകത്ത് തന്നെ അങ്ങ് വെക്കാം. ഉണ്ണിയപ്പൊക്കെ ഇതിനകത്ത് പെടുവോ അറിയത്തില്ല. എന്നാലും ഒന്ന് വെച്ചേക്കാം. ഉണ്ണിയപ്പം ലഡുവിന്റെ കൂടെ വെക്കാം. മൂന്ന് ഉണ്ണിയപ്പം വെക്കുന്നുള്ളൂ. ഒരു പാക്കറ്റ് വെറുതെ പൊട്ടിക്കണ്ടല്ലോ. നമ്മൾ ഇത്രയും സ്വീറ്റ് ഇപ്പൊ കഴിക്കാൻ പോകുന്നില്ല എന്തായാലും. വേണ്ട, ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം കൂടെ ഇരിപ്പുണ്ട്. പിന്നെ അച്ചപ്പം, മുറുക്ക് അതെല്ലാം മറ്റേതിന്റെ കൂടെ കിട്ടിയതുണ്ട്. പക്ഷെ നമ്മളതൊന്നും വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആക്ച്വലി. ഇതാണ് 7ാം മാസത്തെ ചടങ്ങിന് കിട്ടിയതും. ഇതിനകത്ത് മടക്കൊക്കെ ഇരിപ്പുണ്ട് കണ്ടോ. അതിനകത്തും ജിലേബി ഉണ്ടായിരുന്നു, പക്ഷെ ജിലേബിയൊക്കെ ഇന്നലെ തന്നെ തീർന്നു. മടക്ക് ഇവിടെ വെക്കാൻ പറ്റുന്ന സ്പേസ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ വെച്ചേനെ. വേണ്ട, എനിക്ക് ഇത് മതി. അപ്പൊ ഞങ്ങൾ ഇത്രയും സ്വീറ്റ്സേ വെക്കുന്നുള്ളൂ. വേറെ ഐറ്റംസ് ഉണ്ട്, അതിപ്പം വെക്കുന്നില്ല കാരണം ഇപ്പൊ തന്നെ ഒരുപാടായി. പിന്നെ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്, ഇതൊക്കെ എന്തിനാണെന്നൊന്നും അറിയത്തില്ല. സ്വീറ്റ്സ് കഴിക്കാനാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. അതാ, അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്ത് തന്നെ നമ്മുടെ പടക്കങ്ങളും കൂടെ വെക്കാം. ഒരു രസമായിരിക്കും കാണാം. പടക്കം ഇന്നലെ പോയി തന്നെ പടക്കമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഒന്നെടുത്ത് നോക്കിയില്ല, അങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്കൊന്ന് കാണാൻ വേണ്ടിട്ടല്ല. അപ്പൊ നമുക്ക് പടക്കം കാണാം. ഇതാണ് കേട്ടോ പടക്കങ്ങള്. നമുക്ക് പടക്കമൊക്കെ ഒന്ന് എടുക്കാം. ഇതെന്താണ്? ഹൈഡോണ്. ഇത് കമ്പിത്തിരി, ഇതും കമ്പിത്തിരി. ഇത് മറ്റേ ഞാൻ ഇത് പറഞ്ഞു വിട്ട് വാങ്ങിപ്പിച്ചാണ് കേട്ടോ. ഇതിനകത്ത് തറയിൽ കൂടെയൊക്കെ ഇത് ചെയ്യുന്ന പടക്കം, കറങ്ങുന്ന പടക്കം. ഇത് പൂത്തിരിയാണ്. പൂക്കുറ്റി ആ സാധനം തന്നെ. ഇത് പൂക്കുറ്റി തന്നെയാന്ന് തോന്നുന്നത്. റോക്കറ്റ് പടക്കമാന്ന് തോന്നുന്നത്, എനിക്കറിയത്തില്ല. ഇതും തറയിൽ കൂടെ കറങ്ങുന്ന പടക്കം അല്ലേ? ആണ്. അപ്പൊ ഇത്രയും പടക്കങ്ങളാണ് ഉള്ളത്. അബി ഫോട്ടോ എടുക്കാണ് കേട്ടാ, ഞങ്ങളുടെ ക്യാമറമാൻ. നില്ല ഫോട്ടോസ് എടുക്കട്ടെ. അബി എനിക്ക് തന്നു തിരിച്ച്, ഞാൻ എടുക്കുവാണ് എന്റെ തൃപ്തിക്കുള്ള ഫോട്ടോസ്. അബി നിഴലടിക്കുന്നു. ഞാൻ ഇതേ അബിയുടെ നിന്ന് വാങ്ങിച്ച് ഫോട്ടോ എടുക്കുക കേട്ടോ. ഇതെന്തുവാ ഈ പടക്കം? ഇത് കമ്പിത്തിരിയാണോ? ഇത് പൂത്തിരി കണക്ക് കത്തുന്ന ഒരു പടക്കമാണ് കേട്ടോ. ഇതാണ് പൂത്തിരി. ഇതല്ലേ ബി പൂത്തിരി? ഇത് പിരമിഡ്. അതെന്നാ നോക്കുമ്പോ അങ്ങനെ ഒരു വല്ല പടക്കം ഉണ്ടോ? ഇത് ട്വിങ്കിൾ സ്റ്റാർ എന്ന് പറയുന്നത് ഇതും ഇതേ കണക്കുള്ള ഒരു പടക്കം തന്നെ കേട്ടോ. ഇത് നമുക്കറിയാവുന്ന കോമൺ ഫാക്ടർ കമ്പിത്തിരി. ഇത് രണ്ടും. ഇതാണ് പൂത്തിരി എന്ന് തോന്നുന്നു എനിക്ക്. ഇതല്ലേ പൂത്തിരി? ഇതെന്താ സാധനം എന്ന് അറിയത്തില്ല. ഇത് അപ്പം എല്ലാം വാങ്ങിച്ചായിരിക്കും. ഇതെന്തുവാടാ? റോക്കർ ഡെക്കർ എന്നൊക്കെ പറഞ്ഞു. അതും പൂത്തിരിയാണേ. ഇതെന്തുവാ? ഇതിന്റെ ഇച്ചിരി വലുതാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്കെല്ലാം കത്തിക്കാനുള്ള തന്ത്രപ്പാടിലൊക്കെ നോക്കാം. ഓ മൈ ഗോഡ്, ഇത് വലിയതാണ് കേട്ടോ, വലുത്. അട്ടപ്പടക്കം. യെസ് യെസ്, ഇതാണ് അട്ടപ്പടക്കം ഗൈസ്. അട്ട പോലെ ഇങ്ങനെ ആടുന്ന പടക്കം. യാ, അപ്പം നമുക്ക് നമ്മുടെ കലാപരിപാടികളിലേക്ക് തുടങ്ങാം. നമ്മുടെ പടക്കങ്ങൾ പൊട്ടിക്കാൻ തുടങ്ങാം. ഓക്കെ,
അതിനു മുന്നേ ഈ സ്വീറ്റ്സ് ഒക്കെ എനിക്ക് പലയിടത്തോട്ടായിട്ട് മാറ്റണം. കാരണം ഇത് ഇങ്ങനെ ഇരുന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ കാലിയാവും ഈ പാത്രം. അതുകൊണ്ട് നമുക്ക് ആ ഒരു അവസരത്തിൽ നമ്മൾ വഴി ഒരുക്കരുത്. അതുകൊണ്ട് ഇത് നമുക്ക് സേഫ് ആയിട്ട് ആരും കാണാതെ എടുത്ത് മാറ്റി വെക്കണം. കാരണം എൻ്റെ അനിയന്റെ കണ്ണിൽ പെട്ടാലും മതി, തീർന്നു. പാത്രം കണ്ണടച്ച് തുറക്കും മുന്നേ കാലിയായിട്ട് അവിടെ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പം മധുരം വലിയ താല്പര്യം ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ വല്യാണ് തുറത്തില്ല. എനിക്ക് അവൻ വെറുതെ പറയുന്നയാ. അങ്ങനെയാണെങ്കിൽ ആ കവർ മൊത്തവും കാലിയാക്കിയത് ഇവനാ ഇന്നലെ 7ന്റെ ഇതിന് കൊണ്ടുവന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ കലാപരിപാടികളിലേക്ക് പോകാം. സംസാരിച്ചു പോകും. ഓക്കെ, നമുക്ക് ആദ്യം ലഡുവും ജിലേബിയും മെയിനായിട്ട് മാറ്റണം. കാരണം അതിലാണ് കണ്ണ് മൊത്തം. ഇന്നലെ ഒരു 2 ജിലേബി അതിനകത്തുണ്ടായിരുന്നു. ആ 2 ജിലേബിയിൽ ഇന്നലെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഒരെണ്ണം എടുത്ത് 50-50 ആയിട്ടൊക്കെ എടുത്തൊക്കെ കഴിച്ചു. രാവിലെ വന്നപ്പോൾ അടുത്ത ജിലേബി കാണാനേ എവിടെ പോയി? എൻ്റെ അനിയൻ്റെ വയറ്റിൽ പോയി. അത് അവൻ തന്നെ തുറന്ന് പറയുകയും ചെയ്തു കേട്ടാ. പിന്നെ പറയണ്ട, അപ്പ ഇന്നലെ വല്ലാണ്ട് തൊട്ടില്ല. ഞാൻ അപ്പ തൊടരുതേന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അപ്പ തൊട്ടില്ല. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോഴാണ്, ഇന്ന് വൈകിട്ടാണ് ഞാൻ അപ്പയ്ക്ക് എല്ലാം ഓരോന്നായിട്ട് എടുത്തെടുത്ത് കൊടുക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പരിപാടിയിലോട്ട് പോവാം. നമ്മുടെ ഏഞ്ചൽ വാവ ഇവിടെ ആഗതയായിട്ടുണ്ട് കേട്ടോ. പള്ളിയിൽ പോയിട്ട് വന്നതാ. കൊച്ചിനും എല്ലാരും പടക്കം പൊട്ടിക്കുന്ന കണ്ടപ്പോ കൊച്ചിനും പൊട്ടിക്കണം. അപ്പൊ നമുക്ക് വീട്ടിൽ പൊട്ടിക്കാന്ന് ഞാൻ പറഞ്ഞ് സമാധാനപ്പെടുത്തി ഇരുത്തിയിട്ടുണ്ട്. അതിനു മുന്നേ നമുക്ക് സ്വീറ്റ്സ് കഴിച്ചോണ്ട് നമ്മുടെ കലാപരിപാടിയെ തുടങ്ങാം. ഞാൻ എന്താ ഈ കേക്കിൽ നിന്നാ തുടങ്ങുന്നത് കേട്ടോ. അപ്പി പോലെ ഇരിക്കുന്ന സാധനം കൂടെ തന്നെയാണ്. ഒരു പേരെനിക്കറിയില്ല. സ്വീറ്റ് കൊള്ളാം. കളിക്കുന്ന ആ ഒരു പ്ലേയിങ് ഏരിയ ആണ് കേട്ടോ ഇത്. എല്ലാരും മധുരം കഴിക്കുന്നുണ്ട്. അനീഷ അടുത്ത സ്വീറ്റ് എടുക്കുകയാണ് കേട്ടോ. അനീഷയും മധുരം കഴിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കുവാണ് കേട്ടോ. അമ്മയുടെ ചങ്കിന് കൊടുക്കാൻ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് പോവാണ് കേട്ടോ. സ്വീറ്റ്സ് കഴിക്കുന്ന ഏഞ്ചലിന് കേക്ക് വേണം. വായി വെക്കത്തില്ല കേട്ടാ, കൈ വായിക്കുന്നേ ഉള്ളൂ. ഭംഗി നോക്കത്തേ ഉള്ളൂ. ഏഞ്ചലിന് മനസ്സിലായിട്ട് ഇത് വായി വെക്കേണ്ട സാധനമാണെന്ന് കാര്യമായിട്ടിരുന്ന് തിന്നുവാ. ഒന്നും കേറുന്നില്ലേട്ടെ വായില് നന്നായിട്ട്. ഇടയ്ക്ക് പാട്ടും പാടി കൊടുക്കും. എഞ്ചേരി ഹായ് പറ. ഹായ്. ഞാൻ കഴിക്കും. കേറുന്നില്ലേട്ടോ, വായിനകത്ത് കിട്ടുന്നില്ല ഏഞ്ചലിന്. നമ്മള് വാരി കൊടുക്കുന്നതൊക്കെ ആവുന്നില്ല എന്നെ കേട്ടാ. ഞാൻ ടെറസിൽ വന്നിരിക്കാണ്. ഇവിടെ എല്ലായിടത്തും പൊട്ടിക്കലും ചിറ്റിക്കലെല്ലാം നടക്കുന്നുണ്ട്. അവിടെയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. നേരത്തെ നല്ലോണം കൊച്ചേട്ടോണ്ടാണ് കേട്ടോ ഞാൻ ഓടി വന്നത്. എവിടേക്കോ ഒച്ചകൾ കേൾക്കുന്നുണ്ട്, ഒന്നും കാണാൻ വയ്യ. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. കുത്തിരിക്ക് എല്ലാവരും ഇവിടെ കത്തിക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവരും ഒരേ സമയത്തൊന്നും ചെയ്തില്ല. എല്ലാവർക്കും അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമുകളിലാണ് അങ്ങനെയൊക്കെ ചെയ്യാറ്. റേഞ്ചലായിട്ട് വരാണ് കേട്ടോ. ഞാൻ ടെറസിൽ നിന്ന് പൊട്ടിക്കാന്ന് കരുതി കേട്ടോ. പടക്കം മാത്രം എടുത്തപ്പോ അപ്പി എല്ലാമായിട്ട് വരും, തീപ്പെട്ടിയല്ല. പിന്നെ അമ്മ പറയുന്ന അപ്പയും കൂടെ വന്നിട്ട് എല്ലാം ചീറ്റി പോകുന്നു. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. തണുത്തു പോയെന്ന് തോന്നുന്നു. നല്ല മഴ ചാറ്റിലുണ്ട്. ഇനി അതിന്റെ പ്രശ്നമാണോന്ന് അറിഞ്ഞൂടാ. ഞാൻ ചീറ്റിപ്പോന്നത്. ഇവിടെ എല്ലാം പൊട്ടിച്ചിട്ടുള്ള ഒച്ചകളാ.
ഇത് മനസ്സിലാവുന്നില്ല, എവിടെ നിന്നൊക്കെയൊക്കെയോ കേൾക്കുന്നുണ്ട്. ഏഞ്ചലിന്റെ ചിരി നോക്കിയേ. നമുക്കതെല്ലാം പിടിക്കണം. ഇവിടെയൊക്കെ പിള്ളേർക്കൊന്ന് കളിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് കേട്ടോ ഏഞ്ചല്. ലാസ്റ്റ് ദേ അനീഷയും ഏഞ്ചലും ദേ ഇവിടെ ഇരിപ്പായി കേട്ടോ. അപ്പയും കൂടെ വന്നിട്ട് കത്തിച്ചാൽ മതി എന്നുള്ള ധാരണയിലാണ്. അപ്പേനെ ഇതുവരെ കാണാനില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ബോറടിക്കാൻ തുടങ്ങി. ഞങ്ങൾ മിക്കവാറും ഞങ്ങളൊന്നും കത്തിക്കും കേട്ടോ. ആരെയും കാത്തിരിക്കാനൊന്നും നിൽക്കത്തില്ല. കാരണം മഴക്കോളും ഉണ്ട്. മഴ വന്നു കഴിഞ്ഞാൽ എല്ലാം കുളവാകും. അതിന് മുന്നേ കത്തിക്കണമല്ലോ. അപ്പം ഞങ്ങൾ എന്തായാലും കത്തിക്കാൻ തുടങ്ങുവാണ്. എൻ്റെ അനിയൻ ഓരോന്നായിട്ട് എടുക്കാനുള്ള പ്ലാനിലാണ്. ഒരെണ്ണം ഓൾറെഡി കത്തിച്ചു അവൻ. ഇനി അടുത്തേക്ക് കത്തിക്കുവാണ്. നമുക്കെല്ലാം കണ്ട് ആസ്വദിക്കാം. മൂന്നെണ്ണമാണോ? അമ്മ വന്നിട്ടുണ്ട്. വേണ്ട, അവിടെ അത്രയും കടന്നിതാവുന്നത്. അമ്മ ഏഞ്ചലിനെയും കൊണ്ട് ഇവിടെ ഇരിക്കാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ അവരെ സ്ഥാപിച്ചു. അനിയൻ, അപ്പൊ ഞങ്ങളുടെ അനിയൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുവാണ്. ഉദ്ഘാടനം ഞങ്ങൾക്ക് ഓൾറെഡി കഴിഞ്ഞു. ഓ, നല്ല കാറ്റ്, നല്ല പുകയുണ്ട്. കമ്പിത്തിരി എടുക്കുവാണ് ഞങ്ങൾ. അയ്യോ, നീളം കുറവാ. ഇത്രയും വലിയ സാധനത്തിന് നീളം കുറഞ്ഞ കമ്പിത്തിരി. ചെറുതാ ഇത്. ആ, കമ്പിത്തിരി അപ്പൊ വന്നിട്ട് പൊട്ടിക്കാന്നാണ് ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എത്ര കാത്തിട്ടൊന്നും അപ്പൊ വരാത്തോണ്ടാണ് കേട്ടോ ഞങ്ങളങ്ങ് പൊട്ടിക്കാൻ തുടങ്ങിയത്. അപ്പൊ വരുന്നവര് പൂക്കുറ്റിയൊക്കെ കൊണ്ട് നിൽക്കാന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ക്ഷമയില്ല. എന്തേലും അടുത്ത് പൊട്ടിക്കണം എന്നുള്ള ആ ഒരു ടെൻഡൻസി വന്നോണ്ടേയിരുന്നു. പിന്നെ അമ്മയും മേളിൽ കയറി വന്നിട്ട് അമ്മയും കമ്പിത്തിരി ഇടുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതാട്ടോ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് കമ്പിത്തിരി ഇങ്ങെടുത്ത് പൊട്ടിച്ചത് ഞങ്ങള്. ഏഞ്ചൽ നന്നായിട്ട് തന്നെ അത്ര നേരം വരെ എൻജോയ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ ഏഞ്ചലിനെ പള്ളി കൊണ്ടുപോയപ്പോഴും അവിടെ പിള്ളേര് കമ്പിത്തിരിയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ഏഞ്ചലിന് അവരുടെ അടുത്ത് തന്നെ നിൽക്കാം, വീട്ടിലോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മേനെ അവിടെ കുറേ നേരം പിടിച്ച് നിർത്തിയിട്ടൊക്കെയാണ് കേട്ടോ വീട്ടിലോട്ട് വന്ന തന്നെ. പിന്നെ ഈ സമയത്ത് ജസ്റ്റ് ഞാനൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഓഡിയോ ഒന്നും എടുക്കാത്തത്. കാരണം മൈക്ക് എൻ്റെ അടുത്തായിരുന്നു. ഞാൻ പേടിച്ചതിൻ്റെ ഒച്ച നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇല്ല ഓഡിയോ കട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ നേരത്തെ വീഡിയോ ഫുള്ള് എടുത്തത് പ്രിയായിരുന്നു കേട്ടോ. ഈ കമ്പിത്തിരി ആയിരുന്നു ശരിക്കും എൻജോയിങ് ഫാക്ടർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാം കണ്ടിരിക്കാനല്ലേ കൊള്ളത്തുള്ളൂ. കമ്പിത്തിരിക്കാണെങ്കിൽ കൈ വെച്ചിങ്ങനെ കറക്കി ഇരിക്കാം. അപ്പം ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തത് ഈ കമ്പിത്തിരി തന്നെയാണ് കേട്ടോ. ഏഞ്ചലും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ പൊതുവെ പടക്കങ്ങളോട് വലിയ താല്പര്യമൊന്നും ഉള്ള കൂട്ടത്തിലല്ല. ഇതുപോലെ എന്തേലും വരുമ്പോൾ മാത്രമേ ഞങ്ങൾ മേടിക്കുള്ളൂ. വർഷത്തിൽ തന്നെ ഈ ദീപാവലിക്ക് മാത്രമാണ് ഞങ്ങൾ പടക്കം മേടിക്കാറ്. വേറെ ഒന്നിനും ഞങ്ങളങ്ങനെ പടക്കം മേടിക്കാറുമില്ല. ഞങ്ങൾക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഈ സമയത്താണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഞാൻ ഓഡിയോ കട്ട് ചെയ്യുന്നത്. ഞാൻ പുള്ളിക്കാരനായിട്ട് സംസാരിച്ചിട്ടാണ് കേട്ടോ ഈ കാണുന്ന എല്ലാ വീഡിയോസും എടുത്തത്. ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് ഡിസംബറിനും ക്രിസ്മസൊക്കെ ആകുമ്പോൾ പടക്കമൊക്കെ പൊട്ടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ആൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ആളുടെ നാട്ടിൽ ഇതുപോലെ ക്രിസ്മസൊക്കെ ആകുമ്പോൾ എല്ലാവരും പള്ളി കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പടക്കമൊക്കെ പൊട്ടിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു മൈൻഡ് സെറ്റിലാണ് ആൾ ഇതുപോലെ പൊട്ടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഞാനിതിപ്പം പടക്കമൊക്കെ പൊട്ടിക്കുന്നതൊക്കെ കാണിച്ചു കൊടുത്തതാണ് കേട്ടോ. അമ്മയുടെ ഫോണിലാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ അമ്മയുടെ ഫോണിൽ വിളിക്കുകയായിരുന്നു. ഈ പടക്കം പൊട്ടിക്കുന്നതിനെല്ലാം നേതൃത്വം നൽകിയത് എൻ്റെ അനിയനാണ് കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. വാ പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം അവൻ തന്നെയാണ് കേട്ടോ ചെയ്തത്. അവിടെ ഇവിടെ എല്ലാവർക്കും കൺഫ്യൂഷൻ കേട്ടോ, എവിടെ വെച്ച് കത്തിക്കണമെന്ന്. അമ്മയ്ക്ക് ടെൻഷൻ ചെടികൾക്ക് എന്തെങ്കിലും പറ്റുമോ. കാര്യമായിട്ടൊന്ന് വാദിക്കുന്നുണ്ട്. എഞ്ചിലിവിടെ കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. എഞ്ചിൽ റിയാക്ഷൻ ഇല്ല. അട്ടപ്പടക്കം പിന്നെ വെക്കാം. അപ്പൊ അവ 3 പടക്കം നിരത്തി വെച്ചിരിക്കാണ് കേട്ടോ പൊട്ടിക്കാൻ വേണ്ടിട്ട്. ഓടിക്കോ ഓടിക്കോ. അഭി
ആരുടെ അവൻ തന്നെ നിൽക്കുന്നു. ലാസ്റ്റ് ആയപ്പോ ഏഞ്ചി അങ്ങ് കറണ്ട് കേട്ടോ. അത്ര നേരം എൻജോയ് ചെയ്തോണ്ടിരുന്ന ഏഞ്ചിയാ. പേടിച്ചു പോയാ. അഭി മാറണമെന്ന് പറഞ്ഞില്ലേ? അഭിനെ മാറാൻ പറഞ്ഞത് ഏഞ്ചല് കാരണം പിന്നെ ഞങ്ങള് പിന്നെ പടക്കം പൊട്ടിക്കലൊക്കെ മേളിൽ വെച്ചുള്ളതൊക്കെ നിർത്തി കേട്ടോ. കാരണം ഏഞ്ചലിന് ഇനി ഫുഡൊക്കെ കൊടുക്കണം. ഫുഡ് കൊടുത്തില്ല, എല്ലാം പെൻഡിങ് ഇട്ടിരിക്കുവായിരുന്നു. അപ്പൊ പിന്നെ ഏഞ്ചലിന് ഫുഡും കൊടുത്തിട്ട് പിന്നെ പടക്കം പൊട്ടിക്കാം എന്നുള്ള പ്ലാനിങ് ആയിരുന്നു. പിന്നെ ഏഞ്ചലിന് ഫുഡ് കൊടുത്തെല്ലാം കഴിഞ്ഞപ്പോ തന്നെ ഏഞ്ചൽ അങ്ങ് ഉറക്കമായി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പം മേളിൽ പോവണ്ട, ഏഞ്ചലിന് താഴെ തൊട്ടിൽ തന്നെ ഇട്ടിരിക്കാം, കടത്തിയിരിക്കാം, നമുക്ക് വെളിയിരുന്ന് തന്നെ പൊട്ടിക്കാം എന്നുള്ള പ്ലാനിങ്. അതുപോലെ പൂക്കുറ്റിയെല്ലാം പൊട്ടുമ്പം മേളത്തിനേക്കാളും ഭംഗി താഴെ ഇരുന്ന് പൊട്ടുന്ന കാണാനാണല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വെളിയിരുന്ന് തന്നെ പൊട്ടിക്കാന്ന്. അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ താഴോട്ട് ഇറക്കി ഞങ്ങൾ വെളിയിൽ നിന്നൊക്കെ പൊട്ടിക്കുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഞാൻ പോയിട്ടില്ലായിരുന്നു കേട്ടോ. ആ ടൈമില് രാത്രിത്തിന് വേണ്ടി എന്തെങ്കിലും ഫുഡ് ആക്കണമായിരുന്നു. അങ്ങനെ ഞാൻ കിച്ചണിലോട്ട് കയറുവായിരുന്നു കേട്ടോ ചെയ്തത്. എനിക്ക് പിന്നെ മേളിൽ നിന്ന് പൊട്ടിക്കുന്നൊക്കെ കണ്ടു. പിന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല വീണ്ടും പോയിട്ട് പൊട്ടിക്കാനൊന്നും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന്. എന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ചകത്തോട്ടേക്ക് കയറി പോവാണ് കേട്ടോ ചെയ്തത്. ഞാനിപ്പോ വോയിസ് കൊടുക്കുമ്പോ നിങ്ങൾക്ക് ഏഞ്ചലിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റും കേട്ടോ. ഏഞ്ചൽ ഇവിടെ ഉറങ്ങിക്കിടക്കുമായിരുന്നു, ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ. അപ്പം മാവയായിട്ടിരുന്ന് കളിച്ചോണ്ടിരിക്കുന്നതിന്റെ സൗണ്ടാണ് കേട്ടോ നിങ്ങൾ കേൾക്കുന്നതൊക്കെ. ഉറക്കം തെളിഞ്ഞു തന്നെ ആളെ എഴുന്നേറ്റ, കരച്ചിലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ പിന്നെ പടക്കം എല്ലാം പൊട്ടിച്ചു. കുറച്ചു നേരമൊക്കെ ഓരോരോ പടക്കമൊക്കെ ഞങ്ങൾക്ക് ചിലതൊക്കെ ഇങ്ങനെ പൊട്ടിക്കണ്ടേന്ന് പോലും അറിയത്തില്ലായിരുന്നു. അതിന്റെയൊക്കെ ടെക്നിക്കൊക്കെ ഞങ്ങൾ നോക്കിയൊക്കെ വയ്ക്കായിരുന്നു. അനിയനായിരുന്നു മൊത്തത്തിലുള്ള പടക്കം എല്ലാം പൊട്ടിക്കുക എടുക്കുക എല്ലാം ചെയ്തത്. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അപ്പ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പയും പൊട്ടിച്ചു. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ നൈറ്റ് ഞങ്ങൾക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഈ ചക്രപ്പടക്കമൊക്കെ താഴെ വന്നിട്ട് തന്നെയാണ് കേട്ടോ പൊട്ടിച്ചത്. മേലെ ആകെ പൂക്കുറ്റി മാത്രമേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ കമ്പിത്തിരി. ഈ ചക്രമൊക്കെ താഴ്ന്നു നിന്നാണ് ചെയ്തത്. കാരണം റോഡാകുമ്പോൾ കുറച്ച് വിസ്താരമുണ്ട്. പിന്നെ മേളിലാകുമ്പോൾ അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട് അമ്മയുടെ ചെടികൾക്കൊക്കെ എന്തെങ്കിലും പറ്റുമോന്ന്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയത്. റോഡാകുമ്പോൾ പിന്നെ നല്ല രസമായിരിക്കും. പിന്നെ ഇട റോഡായതുകൊണ്ട് വലിയ വണ്ടികളൊന്നും അങ്ങനെ പോകത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്നോ രണ്ടോ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകത്തുള്ളൂ. പിന്നെ ഈ സമയമൊന്നും അങ്ങനെ വലുതായിട്ട് വണ്ടികൾ പോകാറേ ഇല്ല. അതിന്റെ ധൈര്യത്തിലാണ് കേട്ടോ റോഡിൽ നിന്ന് തന്നെ ചെയ്തത്. പിന്നെ ഇതൊക്കെ മിക്കവരും റോഡുകളിൽ നിന്ന് തന്നെയാണ് കേട്ടോ ചെയ്യാറ്. അതാ ഒരു ഭംഗി. പക്ഷെ എല്ലാരും ഒരേ സമയത്തൊക്കെ റോഡിൽ ഇറങ്ങി ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നല്ല രസമായിരിക്കും. പക്ഷെ അങ്ങനൊന്നും വലുതായിട്ട് കാണാൻ പറ്റത്തില്ല. എല്ലാരും അവർക്ക് തോന്നുന്ന ടൈമിലൊക്കെ ആയിരിക്കും നിന്ന് ചെയ്യുന്നത്. ഏഞ്ചൽ ഉറങ്ങുന്നതിന്റെ ധൈര്യത്തിലാണ് കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് റെക്കോർഡൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ ഞങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോ തന്നെ ആള് നന്നായിട്ട് ഉണർന്നിട്ടുണ്ട്. ഇപ്പൊ ഭയങ്കര കളിമൂഡിലാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒച്ചയും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഈ അട്ടപ്പടക്കാണെങ്കിൽ 2 എണ്ണം ഒരുമിച്ച് വെച്ച് കത്തിക്കാന്ന് അനിയൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ 2 ഒരുമിച്ച് വെച്ച് കത്തിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ കത്തിക്കാൻ നല്ല ടൈം എടുത്തു. 2 എണ്ണത്തിന്റെ ഒരുമിച്ച് വെച്ചിട്ടായിരുന്നു കത്തിക്കേണ്ടത്. അപ്പം ഒരുപാട് നേരം ലൈറ്റർ വെച്ച് കത്തിച്ചതിന് ശേഷമാണ് കേട്ടോ അത് കത്തിയത്. ആദ്യം മെഴുകുതിരി വെച്ചിട്ട് ലൈറ്ററിന് തീ മെഴുകുതിരി വെച്ചിട്ട് മെഴുകുതിരി വെച്ച് കത്തിച്ചു, അല്ലാതെ ലൈറ്ററായിട്ട് കത്തിച്ചു. അതിൽ ചെറുതായിട്ട് അവനെ ഒന്ന് പൊള്ളുകയും ചെയ്തു. ലൈറ്ററിന്റെ തീ വന്നിട്ട് കൈ കൊണ്ട് അങ്ങനെ ആ പടക്കം കത്തിച്ചപ്പോൾ ചെറുതായിട്ട് കൈയും പൊള്ളിയിട്ടുണ്ടായിരുന്നു. അവന് വലിയ കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് പൊള്ളിയതേ ഉള്ളൂ. അങ്ങനെയാണ് കേട്ടോ ഇത് സംഭവം. ഇങ്ങനെ മേളിൽ നിന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പൊട്ടുന്നതായിരുന്നു. പടക്കം മണ്ടയിൽ നിന്ന് ആകാശത്ത് നിന്ന് പൊട്ടുന്ന പടക്കം താഴെ നിന്ന് പൊട്ടുന്നു, അതേപോലത്തെ ഒരു സാധനമായിരുന്നു. ഇതിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ അത് കണ്ടോണ്ടിരിക്കാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മൾ ആകാശത്ത് നിന്ന് പടക്കം പൊട്ടുന്നതിന് പകരം താഴെ നിന്ന് പൊട്ടുന്ന രീതിയിലായിരുന്നു അതിന്റെയൊക്കെ ആ ഒരു ഇത്. നേരിട്ട് കാണാനായിരുന്നു അതിന് ഭംഗി. ഫോണിൽ കാണുമ്പോൾ അതിനത്ര ഇത് കിട്ടുന്നില്ല. നേരിട്ട് കാണുമ്പോൾ ഉള്ള ഭംഗി ഫോണിൽ കാണുമ്പോൾ കിട്ടുന്നില്ല. അപ്പ വന്നിട്ടുണ്ടായിരുന്നു. അപ്പ വന്നിട്ട് കയ്യിലൂടെ ആണ് ഒരു ഇത് കത്തിക്കണ്ടേന്നും പറഞ്ഞിട്ട് കാണിച്ചു തരായിരുന്നു കേട്ടോ. അതിന്റെ ടേപ്പൊക്കെ ഇളക്കിയിട്ട് നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് വേണം അത് കത്തിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പ ഒരെണ്ണത്തിന്റെ ഇതൊക്കെ എടുത്തു തരായിരുന്നു. ഈ സാധനം തറയിൽ കിടന്ന് കത്തുന്ന സാധനത്തിന്റെ കാര്യമാണ് കേട്ടോ അപ്പൊ പറഞ്ഞിട്ടുള്ളായിരുന്നത്. ഇത് തറയിരുന്ന് കത്തുന്നതല്ല, നമ്മൾ കൈ വെച്ചാണ് കത്തിക്കേണ്ടത്, കമ്പിത്തിരി പോലെ കത്തിക്കുന്ന സാധനമാണ്. അങ്ങനെ അങ്ങനെയൊക്കെ. അങ്ങനെ പിന്നെ അത് അപ്പ തന്നെ എടുത്ത് കത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിന്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് ഞങ്ങള് എങ്ങനെയെങ്കിലും തീരട്ടെ എന്നും പറഞ്ഞ് 2ഉം 3ഉം ഒക്കെ ഒരുമിച്ച് വെച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ കത്തിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം കുറെ പടക്കം ഉണ്ടായിരുന്നു.
കത്തിച്ചിട്ടും തീരുന്നില്ല. ഞങ്ങൾ ഇത്രയും പടക്കം കാണും, ഇത്രയും ഓവർ ആവുമെന്ന് ഞങ്ങൾ കരുതിയില്ല, അല്ലെങ്കിൽ കുറച്ച് പടക്കേ വാങ്ങിക്കത്തുള്ളായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഐറ്റം, കൈ ഇരുന്ന് പൊട്ടുന്നത്. ഇതല്ല, നേരത്തെ എൻ്റെ അനിയൻ എടുത്ത സാധനം. അപ്പം വന്ന് എടുത്തോണ്ട് പോകുന്ന കണ്ടില്ലായിരുന്നു? അതുകൊണ്ട് എൻ്റെ അപ്പയുടെ കൈ ഇരിക്കുന്നത്. ഇപ്പുറത്തിരിക്കുന്ന കമ്പിത്തിരിയും വലത്തെ കൈ ഇരിക്കുന്ന കമ്പിത്തിരിയും ഇടത്തെ കൈ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞ ഐറ്റവുമാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ താത്തി വെക്കുമ്പോൾ താഴേന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോകും. അതാണ് ആ പടക്കം. അത് അമ്മയ്ക്കും അറിയത്തില്ലായിരുന്നു, ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു, എൻ്റെ അനിയൻ ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പ വന്നപ്പോഴാണ് ഇതിന്റെ ടെക്നോളജി ഇങ്ങനെയാണെന്ന് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ പിന്നെ എല്ലാരും ആ പടക്കം എടുത്തിട്ട് കൈ വെച്ച് കത്തിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അമ്മ പറഞ്ഞ അമ്മയ്ക്ക് കപ്പിത്തിരിനേക്കാളും ഇഷ്ടപ്പെട്ടത് ആ പടക്കമായിരുന്നു. കാരണം കൊള്ളാം, ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വീടൊന്നും പോകുന്നുണ്ട്. പിന്നെ എൻഡിലോട്ട് എത്തുമ്പോൾ നമ്മളെടുത്തങ്ങ് എറിയുകയാണ് കേട്ടോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളിപ്പോകും. കാരണം എൻഡ് വരെ ഈ പടക്കം തന്നെയാണ് അതിലുള്ളത്. ഈ പടക്കമൊക്കെ ഏകദേശം തീരാറായ സമയത്തൊക്കെ ഞങ്ങൾ അനീഷിനെ വിളിക്കുന്നുണ്ടായിരുന്നു, വാ കത്തിക്കാൻ തീരാറായി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവള് വരുന്നുണ്ടായിരുന്നില്ല. അവള് പറഞ്ഞ് ജോലിയുണ്ട്, കാരണം ചപ്പാത്തിയൊക്കെ ചുടണമായിരുന്നു, രാത്രിത്തേനൊന്നും ഫുഡ് ആയിട്ടില്ലായിരുന്നു. അപ്പം എല്ലാരും പടക്കം കത്തിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലുമൊക്കെ ഫുഡ് വേണ്ടേ ആഹാരം കഴിക്കാനായിട്ട്. അങ്ങനെയാണ് അവൾ അടുക്കളയിലോട്ട് പോയത്. അവൾക്ക് വിശക്കുന്നു എന്നും പറഞ്ഞായിരുന്നു. പിന്നെ ഏഞ്ചൽ ഉറങ്ങുന്ന സമയത്ത് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ നിർബന്ധിക്കാനും പോയില്ല. കമ്പിത്തിരിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയെങ്കിലും തീരട്ടെ എന്നും പറഞ്ഞ് 2 കമ്പിത്തിരി എടുത്ത് ഞാനങ്ങ് 2 കയ്യിലാട്ട് വെച്ച് കറക്കി അങ്ങ് കളിച്ചു. ഒരു എന്റർടൈൻമെന്റ് അല്ലേ. അങ്ങനെ പിന്നെ ഞാൻ റോട്ടിന്റെ നടുക്കുന്നായിരുന്നു കേട്ടോ ഇത് ചെയ്തോണ്ടിരുന്നത്. ആരും ഇല്ലായിരുന്നു, റോഡൊക്കെ ശൂന്യമായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പടക്കം പൊട്ടുന്നുണ്ടെങ്കിലും എല്ലാവരും അവരവരുടെ പടക്കങ്ങളിൽ ബിസി ആയിരുന്നു. ആർക്കും മറ്റുള്ളവരുടെ പടക്കം നോക്കാൻ പോലും ടൈം ഇല്ലായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ see you on next video. Bye.